ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു മൊബൈൽ ഡൂഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമുക്ക് സ്നാപ്സീഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ടൈപ്പോഗ്രഫി ചെയ്യാം, അതേപോലെ നമുക്ക് ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ട് അതിൻ്റെ മുന്നിലോട്ടും ഫ്രണ്ടിലോട്ടും എങ്ങനെ ഒബ്ജക്ട്സിനെ കൊണ്ടുവരുന്ന ഒരു ലുക്ക് ആൻഡ് ഫീൽ വരുത്തുക എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതിനായിട്ട് എല്ലാവരും ഫോണിൽ സ്നാപ്സീഡ് എന്ന ആപ്പ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്ന് വെച്ചാൽ ഞങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ലിങ്ക്. അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്ക് കയറിയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഫോണിൽ നമുക്ക് സ്നാപ്സീഡ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് സ്നാപ്സീഡ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ നടുവിൽ കാണുന്ന പ്ലസ് സിമ്പിൾ പ്രസ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ നമുക്ക് ഗാലറി കാണാം. ഗാലറിയിൽ നിന്ന് നമ്മൾ ഈ ബുള്ളറ്റിൻ്റെ ഫോട്ടോ ആണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം ബുള്ളറ്റിൻ്റെ ഫോട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും സ്റ്റൈൽസ്, ഈ കാണുന്ന സ്റ്റൈൽസ് ഏതെങ്കിലും യൂസ് ചെയ്തോളൂ. നമുക്കിപ്പോൾ ആക്സെൻറ്റുവേറ്റ് എന്നുള്ള ഈ സ്റ്റൈലാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് നമ്മൾ. അതിന് ശേഷം നമുക്ക് ആ ടിക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ എന്നാണ് അർത്ഥം. അത് സെലക്ട് ആയിക്കോളും. അതിന് ശേഷം നമുക്ക് ടൂൾസ് എടുക്കണം. ടൂൾസ് എന്ന് പറയുമ്പോൾ ഈ കാണുന്ന പെൻസിലിൻ്റെ സിമ്പിളാണ്, ഈ ഐക്കണാണ് ടൂളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് ഇങ്ങനെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം ഇതിൽ ഇഷ്ടം പോലെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ നമുക്ക് ടെക്സ്റ്റിൻ്റെ കളർ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്കൊരു ബ്ലാക്ക് ഫസ്റ്റ് വെച്ച് നോക്കാം. അതിനുശേഷം ഇത് ഒപ്പേസിറ്റി, ഇത് എത്രത്തോളം കുറയ്ക്കണോ അതിനനുസരിച്ചിട്ട് അതിൻ്റെ ട്രാൻസ്പാരൻസി വ്യത്യാസം വരും. ഇതാണ് അതിൻ്റെ ഫോണ്ട്. അപ്പോൾ നമുക്കിത് ഇപ്പോൾ തൽക്കാലം കുറച്ച് ഡീസൻ്റായിട്ട് ഏതെങ്കിലും ഫോണ്ട് യൂസ് ചെയ്യാം. നമുക്ക് ഈ ലൈൻ എന്നുള്ള ഈ ലൈൻ L1 ഈ ഫോണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ടൈപ്പ് ചെയ്യാനുള്ള ഇത് കിട്ടും. അപ്പോൾ നമ്മൾ ബുള്ളറ്റ് എന്നാണ് ഇപ്പോൾ ജസ്റ്റ് ടൈപ്പ് ചെയ്യുന്നത്. അതിന് ശേഷം ഒന്ന് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമുക്കിനി ഓക്കെ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് റെഡി ആയിരിക്കുകയാണ്. നമുക്ക് തൽക്കാലം ഇപ്പോൾ ടെക്സ്റ്റ് ഇങ്ങനെ വയ്ക്കാം. അവിടെ കറക്റ്റ് ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇല്ലെങ്കിൽ വേണമെങ്കിൽ വേറൊരു കളർ കൊടുത്ത് നോക്കാം. യെല്ലോ കൊടുത്ത് നോക്കാം. അപ്പോൾ കുറച്ചും കൂടി എടുപ്പുണ്ടാവും ചിലപ്പോൾ. നമുക്ക് യെല്ലോ ഫസ്റ്റ് ഒന്ന് കൊടുത്ത് നോക്കാം. യെല്ലോ തന്നെ കൊടുത്ത് നോക്കാം ഫസ്റ്റ്. അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ മാറ്റാം. അതിന് ശേഷം ഒപ്പേസിറ്റി ഫുള്ളാണെന്നുള്ള ഉറപ്പ് വരുത്തുക. അത് കണ്ടല്ലോ, ഒപ്പേസിറ്റി കുറയും. നമ്മളിത് കുറച്ചാൽ ഇതാക്കിയാൽ ട്രാൻസ്പാരൻസി അത് ഇതാവുകയാണ് ചെയ്യേണ്ടത്. അതിന് ശേഷം എല്ലാം ഓക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഈ ടിക്ക് പ്രസ് ചെയ്യാം. അപ്പോൾ എന്തായെന്ന് വെച്ചാൽ ഇതിൽ സെറ്റായി കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടത്. ഇനി എന്താ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഈ മുകളിൽ കാണുന്ന ഈ ഐ എന്ന ഐക്കണിന് തൊട്ട് ലെഫ്റ്റ് കാണുന്ന ഈ ടൂൾ നമ്മൾ പ്രസ് ചെയ്യാൻ പോകണം. അതിന് ശേഷം നമുക്ക് വ്യൂ എഡിറ്റ്സ് പ്രസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ബ്ലൂ കളറിൽ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം നടുവിൽ കാണുന്ന ബ്രഷിൻ്റെ സിമ്പിൾ പ്രസ് ചെയ്തു. ഇനിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡ് ഇൻവേർട്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കാണാം, ഒരു ഐക്കൺ കാണാം നിങ്ങൾക്ക്. അതിൻ്റെ അർത്ഥം ഇൻവേർട്ട് എന്നാണ്. ആ ക്ലോസിൻ്റെ തൊട്ട് റൈറ്റ് സൈഡ് കാണുന്നതാണ് ഇൻവേർട്ട് താഴെയുള്ളത്. നമുക്ക് അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്, ഇതിൻ്റെ എഴുത്തെല്ലാം നമ്മുടെ കറക്റ്റായി കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ യു നമ്മുടെ ബൈക്കിൻ്റെ ബാക്കിലോട്ട് നിൽക്കുന്ന പോലെയാണ് നമുക്ക് തോന്നിപ്പിക്കേണ്ടത്. അപ്പോൾ അതിന് നമ്മളെന്താ ചെയ്യാന്ന് വെച്ചാൽ ജസ്റ്റ് ബൈക്ക് ഇതുപോലെ സൂം ചെയ്തിട്ട് ബൈക്കിൻ്റെ മുകളിലോട്ട് നമുക്കിതിങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗമൊക്കെ മാഞ്ഞ് കിട്ടും നമുക്ക്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കാം. നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം മായ്ച്ചാൽ മതി. അതെല്ലാം നമ്മുടെ ഇഷ്ടമാണ് ഏത് മായ്ക്കണം എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി. അതേപോലെ ഈ ഭാഗത്ത് മായ്ച്ചു കൊടുക്കുക. അപ്പോഴേ ഒരു ബൈക്കിൻ്റെ ബാക്കിൽ നിൽക്കണ പോലെ ഒരു ഫീല് വരുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇത് ചെറുതായി ഇങ്ങനെ മായ്ച്ചു കൊടുക്കാം. അതിനുശേഷം ഇവിടെ ഒന്ന് മായ്ക്കാം. കാണുമ്പോൾ ഒരു പൊളി ലുക്കൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് ചെറുതായി ഒന്ന് മായ്ച്ചു കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഭാഗത്ത് വലിയ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ആ ഭാഗത്ത് ഈ കളർ ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ താഴെ കാണുന്ന ഈ ടെക്സ്റ്റ് എന്നുള്ളതിൻ്റെ അപ്പും ഡൗണും കാണണ്ടല്ലോ, അതിൽ അപ്പ് ആരോ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 100 വരുത്തിയിട്ട് നമ്മൾ വീണ്ടും ഒന്ന് ചെറുതായി സൂം ചെയ്തിട്ട് അതിനടുത്തുകൂടെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഭാഗത്ത് വീണ്ടും ഫില്ലാവും. അപ്പോൾ നമുക്ക് ടച്ച് ചെയ്യാനൊക്കെ ഫൈനൽ ടച്ചിങ്ങിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണിത്. വീണ്ടും നമുക്ക് ഈ ഭാഗത്ത് കുറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് 0 ആക്കിയിട്ട് ചെറുതായി ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെറിയൊരു ഫീലൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ യു എൽ അതുപോലെയുള്ള ഈ എല്ലാം നമ്മുടെ ബൈക്കിൻ്റെയും അതേപോലെ ഈ തൂണിൻ്റെയും ബാക്കിലോട്ട് നിൽക്കുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ടൈപ്പോഗ്രഫി ഭയങ്കര ഈസി ആയിട്ട് സ്നാപ്സീഡിൽ ചെയ്യാം. അപ്പോൾ എന്തായാലും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിനി എന്തായാലും ഇതൊന്ന് സേവ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ വീണ്ടും ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സംഭവം സേവ് ആയിരിക്കുകയാണ്. ഇനി ഇതിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. എല്ലാം ക്രിയേറ്റിവിറ്റിയിലാണ് കിടക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഇത് ബാക്ക് കൊടുക്കാം. ബാക്ക് കൊടുത്തപ്പോൾ കണ്ടല്ലോ നമ്മുടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് താഴെ കാണുന്ന ഈ ഡൗൺലോഡ് ബട്ടൺ അത് ക്ലിക്ക് ചെയ്യണം.
അപ്പോൾ നമുക്കിനി എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഈ എക്സ്പോർട്ട് ജസ്റ്റ് കൊടുത്താൽ മതി. അപ്പോൾ കണ്ടല്ലോ, നല്ല ഹൈ ക്വാളിറ്റിയിൽ ഇത് എക്സ്പോർട്ടായി വരും. ഇപ്പോൾ നമുക്ക് വ്യൂ ചെയ്യാം. കണ്ടല്ലോ, നമ്മുടെ ഫോട്ടോ നല്ല കിടിലൻ ഫോട്ടോ, നല്ല ക്ലാരിറ്റിയിൽ നല്ല ക്വാളിറ്റിയിലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് സ്നാപ്സീഡിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡിൽ നമ്മൾ നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.